ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ചരിത്രപ്രസിദ്ധമായ കടനാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിൻ്റെ ദർശന തിരുനാൾ എല്ലാ വർഷവും ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്ന തിരുനാൾ തന്നെയാണ്. ആ തിരുനാളിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു കലാസന്ധ്യയാണ് ഈ വർഷം നമ്മൾ വിധു പ്രതാപിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരുടെ ടീം സുസജ്ജമായി നമ്മുടെ മുൻപിൽ റെഡിയായിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വളരെ ശ്രദ്ധേയമായ രീതിയിൽ സ്റ്റേജിൽ അവതരണം നടത്തുന്ന വ്യക്തിയാണ് ബഹുമാന്യനായ വിധു പ്രതാപ്, അദ്ദേഹത്തിൻ്റെ ടീമും. തീർച്ചയായിട്ടും ഈ തിരുനാളിനോടനുബന്ധിച്ച് നമ്മുടെ കടനാട് ഗ്രാമത്തിന് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ് ഇവിടെ വന്ന് ഈ ഒരു പ്രോഗ്രാം നമുക്ക് അവതരിപ്പിക്കുന്നത്. നമുക്ക് വലിയ സന്തോഷത്തോടെ, നിറഞ്ഞ കയ്യടിയോടെ അദ്ദേഹത്തെയും ടീമംഗങ്ങളെയും നമ്മുടെ ഈ നാട്ടിലേക്ക് സ്വീകരിക്കാം. നിങ്ങൾക്ക് നല്ല ഒരു കലാസന്ധ്യ എല്ലാവർക്കും ആസ്വദിക്കുവാൻ സാധിക്കട്ടെ എന്ന്. പ്രത്യേകിച്ചും കല നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ജീവനാണ്. കലാകാരന്മാരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുമെല്ലാം നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ജീവിതത്തെയും എല്ലാം ഒരുപാട് സ്വാധീനിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള മഹത്തായ ഈ പ്രതിഭകളെ ഏറെ സ്നേഹത്തോടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കെല്ലാം ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തുന്നതിന് ഇവർക്ക് എല്ലാ അനുവാദവും നൽകിക്കൊണ്ട് ഇവരേറെ സ്നേഹത്തോടു കൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
എല്ലാവർക്കും നമസ്കാരം. കർണാടകയിലുള്ള എല്ലാ സുന്ദരന്മാരും സുന്ദരികളുമായ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് രാജേഷ് അടിമാലി. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നപ്പോൾ നിങ്ങളുടെ പൂർണ്ണമായി നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഏതൊരു പ്രോഗ്രാമിൻ്റെയും നല്ല വിജയം എന്ന് പറയുന്ന ഇരുകാരമുള്ള നല്ല കൈയടിയാണ്. ഒരു നല്ല കൈയടി തന്നെ എല്ലാവരും സൈഡ്, നല്ലൊരു കൈയടി. ഈ സൈഡ് കുഴപ്പമില്ല, ഈ സൈഡ് ഇച്ചിരി പവറാവുണ്ട്. അമ്മച്ചി ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ച റെഡി ആയിട്ട് ഓക്കെ, കൊള്ളാൻ കുഴപ്പമില്ല. ഈ സൈഡ് ഒന്ന് കൈയടിച്ചേട്ടാ. ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഒന്ന് ചേട്ടൻ ഒറ്റ ഒരാളാണ് ആ കൈയടി കളഞ്ഞത്. ഞാൻ റെഡി 1 2 3 പറയാം, അപ്പൊ ഒന്ന് അടിക്കട്ടെ. റെഡി 1 റെഡി 2 റെഡി 3. രണ്ടുപേരും കൊള്ളാന്നാലും അത്രയ്ക്ക് സപ്പോർട്ടില്ല. ഒന്ന് കൂവാമോ? അതിനൊരു കുഴപ്പമില്ല അല്ലേ? അപ്പൊ അവിടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല കൈയടിയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയം. അപ്പൊ ആദ്യ ഗാനം ആലപിക്കാൻ, ഒരു ക്രിസ്തീയ ഭക്തിഗാനം ആലപിക്കാൻ വേണ്ടി നിരവധി ആൽബങ്ങളിലൂടെയും ഗാനമേള പ്രോഗ്രാമുടെ എല്ലാം സുഖനായ ഗായകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു നല്ല കൈ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫിനിഷ്. ഇഷ്ടപ്പെട്ടോ? ബിനീഷ് നല്ലൊരു കൈഡി കൊടുത്തു എല്ലാവരും, നല്ലൊരു. കാരണം നിങ്ങൾ കയ്യടിയാണ് നമ്മുടെ വിജയം. ഈ പരിപാടിയുടെ പൂർണ്ണമായ വിജയം. ഇത്ര ജനം വന്നേക്കണം. നമ്മളൊന്നും ജനസാഗരം നമ്മളൊന്ന് മൊത്തം ഇളക്കും. റെഡിയാണോ? നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ താരതമ്യ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമുള്ള ആളുകൾ വരെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. അദ്ദേഹത്തിൻ്റെ സ്വീറ്റ് വോയിസ്, ലവ് സോങ്സ് ഏറ്റവും കൂടുതൽ, അതായത് മലയാള സിനിമയിൽ 10,000-ഓളം ചിത്രങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ച് പാടിയ പാട്ടുകളിൽ മിക്ക പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളിലേക്ക് എത്തിച്ച ആ കലാകാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ എല്ലാം സ്വന്തം വിനു പ്രതാപ്.
നിങ്ങളുടെ കൈയടി പോരാ കേട്ടോ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? അല്ല, എനിക്കറിയാനായിട്ട് ചോദിക്കുക. എല്ലാവരും കൂടെ പടക്കം പൊട്ടുന്ന ഒരു കൈയടി കേൾക്കട്ടെ. ഈ കഷത്ത് കൈ വെച്ചിരിക്കുന്നവരും വായിൽ വരട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് കൈ റിലീസ് ചെയ്യണം കേട്ടോ. എല്ലാവരും കൈ അടിച്ചേ പറ്റുള്ളൂ പ്ലീസ്. ഞാനിവിടെ ഒരുത്തൻ കഷ്ടപ്പെട്ട് പാടാൻ നേരം നിങ്ങളിങ്ങനെ ഇരിക്കല്ലേ കേട്ടോ. നമുക്ക് നിങ്ങളുടെ എനർജിയാണ് നമ്മളെ കൂടുതൽ കൂടുതൽ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ആവേശം തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കണം, എങ്കിലേ പരിപാടി വിജയിക്കുകയുള്ളൂ. ഒരു പടക്കം പൊടുന്ന ഒരു കൈയടി കേൾക്കട്ടെ. ഈ എനർജി എപ്പോഴും അത്യാവശ്യമാണ്. ഒരുപാട് സന്തോഷമുണ്ട് കടനാട് പള്ളിയിൽ ഇത്രയും പ്രസിദ്ധമായ ഒരു പരിശുദ്ധമായ ഒരു പള്ളിയുടെ അങ്കണത്തിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ അവസരമൊരുക്കി തന്ന ഇതിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സ്, പ്രത്യേകിച്ച് ജോബിൻ, എല്ലാവരോടും നന്ദി പറയുന്നു. ഇതിൻ്റെ എല്ലാ ഓർഗനൈസേഴ്സ് എല്ലാവരോടും, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. കാണാനെത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ അധികം സമയം കളയാതെ അടുത്ത പാട്ടിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഒരു പാട്ട് എൻ്റെ അടുത്ത് പാടട്ടെ, ഒരു മെലഡി പാടട്ടെ. പഠിക്കോ? റെഡിയല്ലേ? ശരി. അതിന് മുമ്പ് ചോദിക്കട്ടെ, പാലയിൽ എങ്ങനെയുണ്ട് പ്രണയം? സൂപ്പർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. റെഡിയല്ലേ? കണ്ട ഫ്രണ്ടിലുള്ള ആ നീല ടീഷർട്ട് ഇട്ട ഒരു ചേട്ടന് മാത്രമേ എൻ്റെ അടുത്ത് സ്നേഹമുള്ളൂ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം കറക്റ്റായിട്ട് ആ ചേട്ടൻ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോ എങ്ങനെയുണ്ട് പാലയിൽ പ്രണയം? എങ്ങനെയുണ്ട് ചോദിക്കട്ടെ. പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? കൈവക്കിയേ. ആരുമില്ലേടേ? ഒരു പ്രാവശ്യമെങ്കിലും പ്രണയിച്ചിട്ടുള്ളവരൊന്ന് കൈവക്കിയേ. നിങ്ങൾ ഈ പരിപാടിക്ക് വന്നവരെ തന്നെയല്ലേ അല്ലേ? വേറെ ഇടത്തും ഇരിക്കുകയല്ലോ. ശരി. അപ്പോൾ ഈ പാട്ട് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും പ്രണയിച്ചിട്ടുള്ളവർ എന്തായിരുന്നാലും കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. റെഡി? പാട്ട് ഞാൻ പാടാം. പൂഞ്ചിറകിൽ പറന്നുയരാ കുളിരലയിൽ അഴകേ സുഖമാണ് നിലാവ്, എന്ത് സുഖമാണ് കാറ്റ്, അരികിൽ നീ വരുന്നു, എന്തു രസമാണ് സന്ധ്യ. പൂഞ്ചിറകിൽ പറന്നുയരാ കുളിരലയിൽ നനഞ്ഞലിയ സുഖമാണി നിലാവ്, എന്ത് സുഖമാണി കാറ്റ്, അരികിൽ നീ വരുന്നു, എന്തു രസമാണി താങ്ക് യു. അപ്പോൾ അടുത്ത ഒരു പാട്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നമ്മളിവിടെ പാടാൻ പോകുന്നത്. അടുത്ത പാട്ട് ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പോകണോ അതോ 80 കിലോമീറ്റർ സ്പീഡിൽ? പാലക്കാരുടെ ഇഷ്ടം, കടനാടുകാരുടെ ഇഷ്ടം, അതിനനുസരിച്ചാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. 40 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ടവരൊക്കെ ഒന്ന് കൈവക്കി. ഈ 80 കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ടവരൊക്കെ കൈവക്കി. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം, എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്യണം, കൂടെ കൈയടിക്കണം. അല്ലാതെ 80 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ നിൽക്കരുത്, പണയം വെച്ചതുപോലെ നിൽക്കരുത്. റെഡിയല്ലേ? തുടങ്ങട്ടെ? ഉറപ്പ്? ഉറപ്പ്? ഒരു കൈയടി എന്ന് കേക്കട്ടെ. മാനേ മധുര കരുപ്പേ മലർത്തേനെ മദന കുഴമ്പേ, മാനേ മധുര കരുപ്പേ മലർത്തേനെ മദന കുഴമ്പേ,
ഉള്ളത്തെ കടലിൽ പ്രേമത്തിന്റെ മണിയും കോപത്തോടെ കിളിയോ കൊക്കിനാവി കളിയേ പാറയിൽ എന്റെ മണിക്കുളിയേ ഓടിവാ പരിചിഷ്ടനാണ് പാടിവാ ലൗകാനം ഓടിവാ പരിചിഷ്ടനാണ് പാടിവാ ലൗകാനം നാണമെന്റെ ചൊല്ലി ചൊല്ലി നാമിറങ്ങിപ്പോയോ ആനേ കലമാനേ കസ്തൂരി മാനേ മധുര ചരിത്രേ മലത്തേനേ മകന ചുടമേ ഒന്ന് വന്നാട്ടേ അതെല്ലാം നിന്നാട്ടേ നാണമെന്ന് ചൊല്ലി ചൊല്ലി നാമിറങ്ങിപ്പോയോ ആനേ മധുര ചരിത്രേ മലത്തേനേ മകന ചുടമേ. Thank you so much. Thank you so much. അപ്പോൾ ഈ പരിപാടി ഇത്ര വളരെ മനോഹരമായിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇവന്റ് ടീം ജോബിൻ ഓഡിയോ സ്പോട്ടാണ്. ഒരു നല്ല ഗൈഡ് കൊടുക്കുക, നല്ലൊരു ഗൈഡ് കൊടുക്കുക നമ്മുടെ ആ ടീമിന്. ഓഡിയോ സ്പോട്ട് അത് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഡിജിറ്റ് ആണ്. ഒരു നല്ല ഗൈഡ് കൊടുക്കുക. അപ്പോൾ അടുത്ത ഗാനം ആലപിക്കാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഗന്ധർവ സംഗീതം എന്ന റിയാലിറ്റി ഷോയിൽ വന്നിട്ട് സെക്കൻഡ് റണ്ണറപ്പ് ആയ ആ ഗായികയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ആ രാത്രി എന്ന ഒരു പഴയ ഗാനം ആലപിച്ചുകൊണ്ടാണ് എത്താൻ പോകുന്നത്. പിന്നീട് മലയാള സിനിമ ലോഹ എന്ന ചിത്രത്തിൽ ആ ഗാനം സൂപ്പർ ഹിറ്റ് ആയിരുന്നു, കിളിയെ കിളിയെ എന്ന ഗാനം. ആ ഗാനം ആലപിക്കാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി. ഒരു നല്ല ഗാനം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലക്ഷ്മി. കിളി